ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി കേക്ക് റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. ഇതൊരു വെറൈറ്റി കേക്കാണ്. മിക്കവാറും നിങ്ങൾ ആരും കഴിച്ചിട്ടുണ്ടാവില്ലായിരിക്കും. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിന് മുമ്പേ ആയിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ അതെല്ലാം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഞാൻ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമുക്ക് ഇതിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരച്ചിട്ട് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ചേർക്കുന്നത്. ഡാർക്ക് കൊക്കോ പൗഡർ ആണെങ്കിൽ അത് നല്ലതാട്ടോ. ഇനി വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. ഈ മൂന്നും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചിട്ട് വരാം. 2-3 പ്രാവശ്യമൊക്കെ തരിച്ചോളൂ, അത് അത്രയായിരിക്കും നല്ലതാണ്. 2 മുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് വരാം കേട്ടോ. ബീറ്റർ വെച്ചിട്ട് ഒരുപാടൊന്നും ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്താൽ മതി. ഇനി അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചു വെച്ചതാണ്. അത് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് ഇനി നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ബീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി അതിന് ശേഷം നമുക്കൊരു 1/4 കപ്പ് ഓയിൽ കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്താൽ മതി. ഇനി ബീറ്ററിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇനി അത് ഇതവിടെ നമ്മൾ കുറച്ചായിട്ട് ഇട്ടിട്ട് ഞാനൊരു സ്പാച്ചിൽ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്, മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് കൂടെ തന്നെ ഞാനിവിടെ ഒരു പഴയ കുക്കർ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലോട്ടൊരു സ്റ്റാൻഡും ഇറക്കി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ്. ഞാൻ ചെറുതായിട്ട് ഓയിൽ തേച്ചിട്ട് നമ്മുടെ ബട്ടർ പേപ്പർ അതിൽ ഇറക്കി വെച്ചതാണ്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ബട്ടർ പേപ്പറിൻ്റെ മുകളിൽ അധികം ഓയിൽ ഉണ്ടാവാൻ പാടില്ല. ഇത് ഓയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്കിൻ്റെ അടിഭാഗം മുരിഞ്ഞു പോവും. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അധികം ഓയിൽ യൂസ് ചെയ്യാണ്ടിരിക്കുക. ചെറുതായിട്ടൊന്ന് ഓയിൽ തടവി കൊടുത്താൽ മതി. നമ്മൾ മിക്സ് അതിലോട്ട് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിൻ്റെ ബബിൾസൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നമ്മുടെ ആ കുക്കറിലോട്ട് ഇറക്കി വെച്ചതിന് ശേഷം മൂടി വെച്ച് കൊടുക്കാം. ഇനി അതിലോട്ട് നമുക്കൊരു പുഡിംഗ് മിക്സ് റെഡിയാക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ട് അതിലോട്ട് 1.5 കപ്പ് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിലോട്ട് വേണ്ടത് ഒരു 1/3 കപ്പ് മൈദയാണ്. അതും അതിൻ്റെ കൂടെ 1/3 കപ്പ് പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. പഞ്ചസാര പൊടിച്ചതല്ല കേട്ടോ, ക്രിസ്റ്റലാണ് ചേർക്കുന്നത്. 1/3 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് വേണ്ടത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ്. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് കട്ടയില്ലാതെ
ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഒരു വിസ്കോ എന്തെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പോൾ ഒരു 25 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അതിനൊരു ഇറുക്കിൽ വെച്ചിട്ട് ഞാനൊന്ന് കുത്തി നോക്കുന്നുണ്ട്. കണ്ടോ, ക്ലീൻ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഇത് വെന്തിട്ടുണ്ട്, നമുക്കൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനി അടുത്ത് ഞാൻ ചെയ്തിട്ടുള്ളത്, നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ മിക്സ് ഞാനിത് കുറുക്കിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം, സിമ്മിലിട്ടിട്ട് വേണം ചെയ്യാൻ. നമ്മൾ കോൺഫ്ലോർ ഉള്ളതാണ്, പെട്ടെന്ന് കുറുകിയിട്ട് വരും. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഇതിന് കുറുക്കിയെടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ ഒരു 3 കറുവപ്പട്ടയുടെ പീസ് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ഒറ്റ പീസായിട്ട് വേണമെങ്കിൽ ഇടാം, നമുക്കത് എടുത്ത് മാറ്റാനുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 3 പീസ് അതിലോട്ട് ഇട്ടിട്ടുണ്ട്. നമുക്ക് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, കുറുകുന്ന വരെ ഇളക്കണം. നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കാം കേട്ടോ. ഇതവിടെ കുറുകി വരുന്നുണ്ട്. കട്ടയില്ലാണ്ട് കട്ട ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പോൾ അത് ഉടച്ചു കൊടുത്തിട്ട് വേണം ചെയ്യാൻ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് റെഡി ആയിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ചും കൂടെ തിക്നെസ് ആവാം, പക്ഷേ അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല കറക്റ്റായിട്ട് കട്ട് ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ ഒരു ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കുറച്ചൊന്ന് ലൂസായിട്ടുണ്ടാവണതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഞാനത് മാറ്റിയിട്ടുള്ളത്. ഇങ്ങനെയാകുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും നമ്മൾ ആ കേക്കിൻ്റെ ഉൾഭാഗം ഉണ്ടാവുക. ഇനി ഇതിലോട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ ഞാൻ ഒരു നുള്ള് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ബട്ടർ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിൽ സാൾട്ടഡ് ബട്ടർ ആണെങ്കിൽ നിങ്ങൾ ഈ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചേർത്തിട്ടുള്ളത് അൺസാൾട്ടഡ് ബട്ടറാണ്. 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് കേട്ടോ ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ബട്ടറും ചേർത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് വേണ്ടത് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. അത് 4 ടേബിൾ സ്പൂൺ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. 1/4 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. നമ്മുടെ കേക്ക് ഞാനിവിടെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട്. ഇനി ഇത് നമുക്ക് 2 ലെയർ ആക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. അത് സൂക്ഷിച്ച് അത് 2 ലെയർ ആക്കാം. ഓക്കെ, അപ്പോൾ ഞാനത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട്. ഇനി നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് പാലാണ് കേട്ടോ. അത് നമുക്കൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാനുള്ളതാണ് ആ പാല്. അതിന് ശേഷം നമ്മളൊരു ബൗളെടുത്തതിന് ശേഷം അതിലോട്ട് നിങ്ങൾക്ക് ക്ലിംഗ് റാപ്പ് ഉണ്ടെങ്കിൽ അത് വെക്കാം. അതില്ലാത്തവർ ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചാലും മതി. അതിലോട്ട് നന്നായിട്ട് ഇറക്കി വെച്ചതിന് ശേഷം നമ്മുടെ 1 ലെയർ കേക്ക് ഇതിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കണം. സൂക്ഷിച്ച് പൊട്ടാതെ ചെയ്യാം. എല്ലായിടത്തും ഒരുപോലെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടാതെ തന്നെ അങ്ങോട്ട് താഴോട്ട് ആക്കാം. അപ്പോൾ ബൗളിലോട്ട് ആ 1 ലെയർ നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത്
നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പാല് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കണം ഈ കേക്കിന് മുകളിലായിട്ട്. ഇനി അതിന് ശേഷം നമ്മുടെ റെഡിയാക്കി വെച്ചിട്ടുള്ള പുഡിംഗ് മിക്സ് അതിൻ്റെ നടുക്കിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലോട്ട് അടുത്ത ലെയർ നമുക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് ആ എക്സ്ട്രാ ഉള്ള ആ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ആ പ്ലേറ്റിന് പുറത്തോട്ട് നിൽക്കുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. കേക്കിൻ്റെ അറ്റം നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിന് മുകളിൽ നമ്മൾ ഈ ഒരു ലെയറും കൂടെ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പാല്, ബാക്കിയുള്ള പാല് വെച്ചിട്ട് ഈ ലെയറും കൂടെ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ആവാൻ വെക്കണേ. സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാം, ഫ്രിഡ്ജിലോട്ട് വെക്കാം. അതിന് ശേഷം നമ്മൾ എഗ് വൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് എഗ് വൈറ്റ് എടുക്കുകയാണ്. അപ്പോൾ അതിന് ഞാൻ 4 മുട്ട എടുത്തിട്ട് അതിൻ്റെ എഗ് വൈറ്റ് മാത്രമാക്കി സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ഞാനിവിടെ എഗ് വൈറ്റ് ആണ് യൂസ് ചെയ്തതെന്ന് മാത്രം. അപ്പോൾ അതിലോട്ടൊരു 1/4 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. എഗ് വൈറ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു സ്മെല്ല് മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഡബിൾ ബോയിലിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചതിന് ശേഷം അതിലോട്ട് ഇറക്കി വെക്കുന്നില്ല കേട്ടോ നമ്മുടെ ബൗള്. അതിന് മുകളിൽ വെള്ളത്തിൽ തട്ടാൻ പാടില്ല നമ്മുടെ ബൗള്. അപ്പോൾ അങ്ങനെ വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കളറൊന്ന് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് വരുവേ. അപ്പോൾ നമുക്കവിടെ നിർത്താം. കാരണം അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്നുണ്ടോ. അപ്പോൾ ഇത്രയും മതിയാവും. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ല് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയും കൂടെ ചെയ്യുന്നത് കേട്ടോ.
ഇനി ഇതിൻ്റെ ആ ഒരു ചൂട് മാറുന്നത് വരെ നമ്മൾ ബീറ്റ് ചെയ്യണം. അതിലോട്ട് വാനില എസൻസ് ഒഴിച്ചിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചിട്ടുണ്ട്. കണ്ടോ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇപ്പോൾ ഇത് 6 മണിക്കൂർ കഴിഞ്ഞിട്ട് പുറത്തെടുത്തതാണ് കേട്ടോ ഞാൻ ഈ കേക്ക്. നമുക്ക് വേറെ ബൗളിലോട്ട് ഇത് കമഴ്ത്താം. അപ്പോൾ നമ്മളവിടെ പ്ലാസ്റ്റിക് കവർ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇത് മാറ്റാൻ പറ്റും. നമ്മൾ വെച്ചപ്പോൾ ചെറുതായിട്ട് ആ ഒരു കേക്കൊന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു താഴത്തെ ലെയർ. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ മുകളിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്രീം ഉണ്ടല്ലോ, വിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്രീം, അത് നമ്മൾ തേച്ച് കൊടുക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീം ആണെങ്കിലും അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ കേട്ടോ. നമ്മൾ എഗ് വൈറ്റ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെങ്കിലും അത്രയും അങ്ങോട്ട് തിക്കായിട്ട് വരത്തില്ല. വിപ്പിംഗ് ക്രീമിൻ്റെ ആ ഒരു തിക്നെസ് കിട്ടത്തില്ല അത് കേട്ടോ. നമ്മളതിന് മുകളിൽ ഡെക്കറേറ്റ് ചെയ്യുമ്പോഴൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എങ്ങനെയാണെങ്കിലും എഗ് വൈറ്റ് ആണെങ്കിൽ. പകരം വിപ്പിംഗ് ക്രീം ആണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ഇപ്പോൾ എൻ്റെ അടുത്ത് വിപ്പിംഗ് ക്രീം ഇല്ലാത്ത കാരണം ഞാൻ എഗ് വൈറ്റ് യൂസ് ചെയ്തതന്നേ ഉള്ളൂ. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു സ്മെല്ല് ഉണ്ടാവത്തേ ഇല്ലേ, നമ്മളൊന്ന് ചെറു ചൂടാക്കിയതുകൊണ്ട് സ്മെല്ല് ഉണ്ടാവത്തേ ഇല്ല. ഇനി അങ്ങനത്തെ ഒരു പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് എഗ് വൈറ്റ് എടുത്തിട്ട് അതുപോലെ തന്നെ പഞ്ചസാരയും ചേർത്തിട്ട് നിങ്ങൾക്ക് വാനില എസൻസും ചേർത്തിട്ട് മിക്സ് ചെയ്താലും മതി, ബീറ്റ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഓക്കെ, നമ്മളിവിടെ ഫുൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ചെറിയൊരു ഡെക്കറേഷൻ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ മുകളിലൊരു ചെറിയൊരു പ്ലേറ്റ് വെക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഒരു ബ്രെഡിൻ്റെ കേക്കിൻ്റെ ബാക്കിയുണ്ടല്ലോ, അപ്പോൾ ആ വക്ക് ഭാഗം ഞാൻ എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയതിന് ശേഷം പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഞാനത് ഇതിന് മുകളിൽ കൂടെ വിതറി കൊടുക്കാൻ പോവാണ്. ഇനി ഇതില്ലെങ്കിൽ നിങ്ങൾ ആ ബൗള്, നിങ്ങൾക്ക് കേക്കിൻ്റെ ക്രംസ് ബാക്കി ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കൊക്കോ പൗഡർ എടുത്തിട്ട് ഇതുപോലെ തന്നെ സ്പ്രെഡ് ചെയ്താലും മതി. നമ്മൾ പ്ലേറ്റ് മാറ്റിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തന്നെ കട്ട് ചെയ്യേണ്ട, കുറച്ച് നേരം ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിലോട്ടൊരു 3-4 മണിക്കൂറിന് ശേഷം എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇവിടെ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് 3-4 മണിക്കൂറിന് ശേഷം എടുത്തതാണ്. കട്ട് ചെയ്ത് നോക്കിയാൽ ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സൂപ്പർ കേക്കാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ, ബൈ.